നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി പുതുതായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ചക്രവാതച്ചുഴി രൂപപ്പെട്ടിട്ടുമുണ്ട്. അടുത്ത 48 മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശ് പശ്ചിമ ബംഗാളിന് മുകളിലായി ചക്രവാതച്ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 136 അടിയിലെത്തിയ സാഹചര്യത്തിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാൻ തീരുമാനിച്ചു. ഇന്ന് രാവിലെ 10 മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചു. പരമാവധി 1000 ഘനയടി വെള്ളമാണ് തുറന്നുവിടുക. പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. എറണാകുളം കത്തർക്കടവിലെ ബാറിൽ യുവതി മദ്യക്കുപ്പി പൊട്ടിച്ചു കുത്തി പരിക്കേൽപ്പിച്ചു. DJ പാർട്ടിയുടെ മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് യുവാവിനെ ബിയർ കുപ്പി പൊട്ടിച്ച് കുത്തിയെന്നാണ് വിവരം. ഇന്നലെ രാത്രി 10 മണിയോടെ കൊച്ചി എടശ്ശേരി ബാറിലാണ് സംഭവം ഉണ്ടായത്. പരിക്കുകളോടെ യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടി എന്ന് ഗവർണർ കത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. മന്ത്രി വി ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ആണ് ഗവർണർക്ക് മുഖ്യമന്ത്രിയുടെ കത്തിലൂടെ മറുപടി നൽകിയത്. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിന് എത്തിയെന്നും ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അത് സംഭവിച്ചുള്ളൂ എന്നും ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുന്നുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന യൂറോളജി വിഭാഗം മേധാവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ ഡോക്ടർ ഹാരിസ് ചെറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞുള്ള തെറ്റായ കാര്യങ്ങളാണെന്നും വെള്ളിയാഴ്ച 4 ശസ്ത്രക്രിയ യൂറോളജി വിഭാഗത്തിൽ നടന്നുവെന്നും ഒരെണ്ണം യന്ത്രത്തകരാർ മൂലമാണ് മാറ്റിയെന്നും DMO പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഷെഡ്യൂൾ ചെയ്താൽ ഒരു ശസ്ത്രക്രിയ മാത്രമാണ് നടക്കായിരുന്നതെന്നും അത് നടക്കായിരുന്നത് സാങ്കേതിക പ്രശ്നം കൊണ്ടാണെന്നുമാണ് മന്ത്രിയുടെ വിശദീകരണം. ഡോക്ടർ ആരോപണം സർക്കാരിന് പരാതിയുമായി എത്തിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പേവിഷബാധയ്ക്കെതിരെ ആരോഗ്യവകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പരിപാടിയുടെ ഭാഗമായി ജൂൺ 30 സംസ്ഥാനത്ത് എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും പേവിഷബാധയ്ക്ക് എതിരെ സ്കൂൾ കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി അസംബ്ലി സമയത്ത് ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു ക്ലാസ് സംഘടിപ്പിക്കും. VS അച്യുതാനന്ദന്റെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി. ആരോഗ്യനിലയിൽ മാറ്റമില്ലെന്നും തൽസ്ഥിതി തുടരുന്നുവെന്നാണ് മെഡിക്കൽ ബുള്ളറ്റിൻ. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹുസൈൻ മടവുവിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി മന്ത്രി R. ബിന്ദു സുംബ ഡാൻസ് വസ്ത്രം ധരിക്കാതെ ചെയ്യുന്ന വ്യായാമം അല്ലെന്നും കുട്ടികൾക്ക് യൂണിഫോം ധരിച്ചാണ് സ്കൂളിൽ പോകുന്നതെന്നും കാലത്തിന് നിരക്കാത്ത കാഴ്ചപ്പാടെന്നും ശാസ്ത്രീയമായ കാര്യങ്ങൾ നെഗറ്റീവ് കാണുന്നത് കഷ്ടമാണെന്നും സർക്കാർ നിലപാടിൽ മാറ്റമില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. എതിർപ്പ് ഉന്നയിക്കുന്ന ആളുകളുടെ സ്ഥാപനങ്ങൾ അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാമെന്നും സുംബ കുട്ടികൾക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ഗുണമുള്ള കാര്യമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്കൂളുകളിലെ സുംബ ഡാൻസുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി AIYF. വിദ്യാർത്ഥികളെയും യുവാക്കളെയും പങ്കെടുപ്പിച്ച് വ്യാപകമായി സുംബ നൃത്തം സംഘടിപ്പിക്കുമെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് N. അരുൺ, സെക്രട്ടറി TT ജിസ്മോൻ എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. നിലമ്പൂർ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമാണെന്ന് വ്യാഖ്യാനിക്കുന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്തുവെന്നും അതാണ് നിലമ്പൂരിൽ സംഭവിച്ചതെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. നിലമ്പൂരിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസ് ജയിച്ചതെന്നും ജമാഅത്ത് ഇസ്ലാമിയും BJPയും കോൺഗ്രസ് കൂട്ടുപിടിച്ചുവെന്നും LDFന്റെ വോട്ടുകൾ കുറവ് വന്നിട്ടില്ലെന്നും പന്ന്യൻ രവീന്ദ്രൻ പറഞ്ഞു. പാലക്കാട് നാട്ടുകല്ലിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശ്രിത് നന്ദയുടെ ആത്മഹത്യയിൽ സ്കൂളിനെതിരെ വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ. മാർക്ക് അടിസ്ഥാനത്തിൽ ക്ലാസ് മാറ്റി ഇരുത്തിയത് ചട്ടവിരുദ്ധമാണെന്നടക്കമുള്ള കണ്ടെത്തലാണ് ആശ്രിത് നന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. ക്ലാസ് മാറ്റി ഇരുത്തിയ ദിവസം തന്നെ ആശ്രിത് നന്ദ ആത്മഹത്യ ചെയ്തെന്നും പാലക്കാട് DDA നടത്തിയ അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് DDA അന്വേഷണ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും കൈമാറി. കേരളത്തിലെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാനാകുന്ന വിധം തൊഴിലവസരം ലഭ്യമാക്കണമെന്നാണ് സർക്കാർ കാഴ്ചപ്പാടെന്നും അതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും വ്യവസായ മന്ത്രി P. രാജീവ് അന്താരാഷ്ട്ര MSME ദിനാഘോഷങ്ങളുടെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നെല്ലിയാമ്പതിയിൽ കരടിയുടെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ പരിക്കേറ്റ തുടർന്ന് പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ ടോർച്ച് കരുതണമെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒഴികെ രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങരുതെന്നും ആരോഗ്യവകുപ്പും വനംവകുപ്പും
പാടഗിരി ജനമൈത്രി പോലീസും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. കൊല്ലത്തെ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് നേരെ KSRTC ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയ കണ്ടക്ടർ അറസ്റ്റിൽ. പുല്ലൂർ ഡിപ്പോയിലെ കണ്ടക്ടറായ കുന്നിക്കോട് ചക്കുവരക്കൽ സ്വദേശി അജയ് ഘോഷാണ് അറസ്റ്റിലായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാൻ ബസ്സിൽ കയറിയ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറി എന്നാണ് പരാതി. മലപ്പുറം പാങ്ങിൽ ചികിത്സ കിട്ടാതെ ഒരു വയസ്സുകാരൻ മരിച്ചെന്ന പരാതിയെ തുടർന്ന് കബറടക്കിയ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാല് കുടിച്ചതിന് പിന്നാലെ കുട്ടി കുഴിഞ്ഞു വീണ് മരിച്ചു എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ചേറ്റുവ ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 40 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. വെള്ളിയാഴ്ച ഉച്ചയിലാണ് സംഭവം. ചേറ്റുവ കടലിൽ നിന്ന് 5 നോട്ടിക്കൽ മൈൽ അകലെ വാടനാപ്പള്ളി തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വള്ളം കുടുങ്ങിയത്. 7 വയസ്സുകാരന്റെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കി അധ്യാപകന് 52 വർഷം കഠിന തടവ്. കൊല്ലം തുളസിമുഖ് പ്ലാവുള വീട്ടിൽ സുനിൽകുമാറിനെയാണ് 52 വർഷം കഠിന തടവിനും 3.25 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. തിരുവനന്തപുരം അതിവേഗ സ്പെഷ്യൽ കോടതിയിലാണ് വിധി. ഹിന്ദി ഒരു ഇന്ത്യൻ ഭാഷയുടെയും എതിരാളിയല്ലെന്നും മറിച്ച് എല്ലാവരുടെയും സുഹൃത്താണെന്നും രാജ്യത്ത് ഒരു ഭാഷയ്ക്കെതിരെ എതിർപ്പുണ്ടാകുന്നുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പരാമർശം മറുപടിയായി DMK MP കനിമൊഴി രംഗത്തെത്തി. ഹിന്ദി ആരുടെയും ശത്രുവല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാർ തമിഴ് പഠിക്കട്ടെ എന്നാണ് കനിമൊഴി മറുപടി പറഞ്ഞത്. ബഹിരാകാശ നിലയത്തുള്ള ഇന്ത്യക്കാർ ശുഭാംശു ശുക്ലയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യാത്ര തൻ്റേത് മാത്രമല്ലെന്നും ദേശത്തിൻ്റെ കൂടിയാണെന്നും പുതിയ യുഗത്തിൻ്റെ തുടക്കമാണെന്നും ശുഭാംശ ശുക്ല പറഞ്ഞു. ബഹിരാകാശത്ത് ആദ്യം എത്തിയപ്പോൾ ഭൂമിയെ ആദ്യമായി പുറത്തുനിന്ന് കണ്ടുവെന്നും ഭൂമിയുടെ ഏത് ഭാഗത്തു നിന്നും മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന മോദിയുടെ ചോദ്യത്തിന് ഇപ്പോൾ മനസ്സിലാകുന്നില്ലെന്നും അല്പസമയത്തിനെങ്കിൽ പുറത്തേക്ക് കാണുമ്പോൾ മനസ്സിലാകുമെന്നുമായിരുന്നു ശുഭാംശുവിൻ്റെ മറുപടി. പത്മശ്രീ പുരസ്കാര നേതാവായ സന്യാസി കാർത്തിക് മഹാരാജ് 2013 ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി തവണ ബലാത്സംഗം ചെയ്യുന്ന പരാതിയുമായി യുവതി. സംഭവം നടന്ന് 12 വർഷങ്ങൾക്ക് ശേഷമാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ യുവതി പരാതിയുമായി രംഗത്തെത്തിയത്. പോലീസ് കേസെടുത്തു. കൊൽക്കത്തയിൽ നിയമ വിദ്യാർത്ഥിനെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. 5 അംഗങ്ങൾ അടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് നിലവിൽ അന്വേഷണ സംഘം ഏൽപ്പിച്ചിരിക്കുന്നത്. റോയുടെ പുതിയ മേധാവിയായി മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ പരാഗ് ജെയിനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 1989 ബാച്ച് പഞ്ചാബ് കേഡർ IPS ഉദ്യോഗസ്ഥനാണ് പരാഗ് ജെയിൻ. ചാവേർ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ 16 സൈനികർ കൊല്ലപ്പെട്ടു. യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് നേരെ തൊടുത്തുവിട്ട മിസൈലുകൾ തകർത്തുവെന്ന അവകാശവുമായി ഇസ്രായേൽ സൈന്യം. ഇന്നലെയാണ് ഇസ്രായേൽ സൈന്യം യമൻ മിസൈൽ തകർത്തതായി അവകാശപ്പെട്ടത്. ഗാസയിൽ ഭക്ഷണം വാങ്ങാനെത്തുന്ന നിരായുധരായ സാധാരണക്കാർക്ക് നേരെ ബോധപൂർവം വെടിവെക്കാൻ ഇസ്രായേലി കമാൻഡർമാർ സൈനികർക്ക് നിർദ്ദേശം നൽകിയതായി റിപ്പോർട്ടുകൾ. ഇസ്രായേൽ ദിനപത്രമായ ഹാരാറ്റ്സാണ് സൈനികരിൽ നിന്ന് തന്നെ ലഭിച്ച റിപ്പോർട്ടുകൾ ആധാരമാക്കി ഈ വിവരം പുറത്തുവിട്ടത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.